കണ്ണൂർ യൂണിവേഴ്സിറ്റി യൂണിയൻ തെരഞ്ഞെടുപ്പിൽ SFIക്ക് വൻ വിജയം. മുഴുവൻ ജനറൽ സീറ്റുകളിലും SFI വിജയിച്ചു. തുടർച്ചയായ 26ാം വർഷമാണ് SFIയുടെ വിജയം. അതേസമയം തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ KSU MSF സഖ്യം ആസൂത്രണം നടത്തി. MSFും KSUവും വലിയ ആക്രമണമാണ് അഴിച്ചുവിട്ടത്. സന്തോഷുണ്ട് വിവരങ്ങൾ നൽകാൻ. സന്തോഷ്, ഒടുവിൽ SFIക്ക് ജയം. 26ാം വർഷം അത് വീണ്ടും ആ ചരിത്രം ആവർത്തിക്കുന്നു. ഒരുപക്ഷെ ഇതേ വിജയം തന്നെയാണ് ചിലരെയൊക്കെ അസ്വസ്ഥതപ്പെടുത്തിയതല്ലേ? തീർച്ചയായും വർഷ, കണ്ണൂർ സർവകലാശാല തുടർച്ചയായ 26ാം തവണയും SFI യൂണിയൻ നിലനിർത്തിയിരിക്കുകയാണ്. മുഴുവൻ മേജർ സീറ്റുകളിലും SFI വലിയ വിജയം, വലിയ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലുള്ള വിജയമാണ് നേടിയത്. 40-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ്, ആകെ 133 വോട്ടുള്ള ഈ കൗൺസിലർമാർ വോട്ട് ചെയ്യുന്ന ഈ തിരഞ്ഞെടുപ്പിൽ 40-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് മേജർ സീറ്റുകളിൽ SFI ഇപ്പോൾ വിജയിച്ചിരിക്കുന്നത്. SFIയുടെ സ്ഥാനാർത്ഥിയായ ചെയർപേഴ്സൺ നന്ദജ് ബാബുവും അതോടൊപ്പം തന്നെ സെക്രട്ടറിയായി കവിതാ കൃഷ്ണനും തിരഞ്ഞെടുക്കപ്പെട്ടു. രാവിലെ മുതൽക്ക് തന്നെ വലിയ സംഘർഷമുണ്ടാക്കി തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനും അതോടൊപ്പം തന്നെ വ്യാജ വോട്ടിനുള്ള ശ്രമവുമെല്ലാം തന്നെ KSUവും MSFും അടങ്ങുന്ന UDSF നടത്തിയെങ്കിലും അവസാനം വോട്ടെണ്ണിക്കഴിഞ്ഞപ്പോൾ വിദ്യാർത്ഥികളുടെ മനസ്സ്, കണ്ണൂർ സർവകലാശാലയിലെ വിദ്യാർത്ഥികളുടെ മനസ്സ് SFIക്ക് ഒപ്പം തന്നെയാണ് എന്നുള്ളതാണ് ഒരു തവണ കൂടി തെളിഞ്ഞിരിക്കുന്നത്. SFI സ്ഥാനാർത്ഥിയായ നന്ദജ് ബാബുവാണ് ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. സെക്രട്ടറിയായി കവിതാ കൃഷ്ണനും വൈസ് ചെയർപേഴ്സൺ, ലേഡി വൈസ് ചെയർപേഴ്സണായി അൽന വിനോദും, ജോയിന്റ് സെക്രട്ടറിയായി അതിഷ കെയും, വൈസ് ചെയർപേഴ്സണായി ദിൽജിത്ത് എമ്മും തിരഞ്ഞെടുക്കപ്പെട്ടു. അതോടൊപ്പം തന്നെ കണ്ണൂർ ജില്ലാ എക്സിക്യൂട്ടീവിലേക്ക് ശ്രീരാഗ് P ആണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. ഒരു വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ കാസർകോട്ട് എക്സിക്യൂട്ടീവ് സ്ഥാനം UDSF ആണ് വിജയിച്ചത്. അതോടൊപ്പം തന്നെ വയനാട് ജില്ലയിലേക്കുള്ള എക്സിക്യൂട്ടീവ് സ്ഥാനം UDSFും SFIയും ഒരുപോലെയുള്ള വോട്ടുകൾ വരികയും നറുക്കെടുപ്പിലൂടെ UDSF വിജയിക്കുകയും ചെയ്തു. ഏതായാലും മുഴുവൻ മേജർ സീറ്റുകളും, കണ്ണൂർ സർവകലാശാലയിലെ മുഴുവൻ സീറ്റുകളും മേജർ സീറ്റുകളും SFI നിലനിർത്തിയിരിക്കുകയാണ്. SFIയുടെ ആഹ്ലാദ പ്രകടനം ഇപ്പോൾ കണ്ണൂർ സർവകലാശാല ക്യാമ്പസിൽ നിന്നും ആരംഭിച്ചിട്ടുണ്ട്. രാവിലെ മുതൽക്ക് തന്നെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കണ്ണൂർ സർവകലാശാല ക്യാമ്പസിൽ വലിയ സംഘർഷങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു. ഏതായാലും ഇപ്പോൾ തിരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ കണ്ണൂർ സർവകലാശാലയിലെ വിദ്യാർത്ഥികളുടെ മനസ്സ് SFIക്കൊപ്പമാണ് എന്നുള്ളത് വീണ്ടും ഒരു തവണ കൂടി തെളിഞ്ഞിരിക്കുകയാണ്. SFIയിലെ വിജയിച്ച സ്ഥാനാർത്ഥികളെ ആനയിച്ചുകൊണ്ട് കണ്ണൂർ സർവകലാശാല ക്യാമ്പസിലൂടെ ഇപ്പോൾ SFI ആഹ്ലാദ പ്രകടനം ആരംഭിച്ചിട്ടുണ്ട്. നേരത്തെ MSFന്റെയും KSUവിന്റെയും നേതൃത്വത്തിൽ നടന്നിട്ടുള്ള ആക്രമണത്തിൽ 10-ലധികം SFI പ്രവർത്തകർക്ക് പരിക്കേറ്റിരുന്നു. SFIയുടെ ജില്ലാ ഭാരവാഹികൾക്ക് ഉൾപ്പെടെ ഗുരുതരമായി പരിക്കേൽക്കുന്ന ഇവിടെ 40-ലധികം വോട്ടുകളുടെ വിജയം SFI പ്രവർത്തകർക്ക് ലഭിച്ചിട്ടുണ്ട്. നേരത്തെ MSF KSU പ്രവർത്തകരടക്കം ഈ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനുള്ള ചില ശ്രമങ്ങൾ നടത്തി, കള്ളവോട്ടുകൾ നടത്താനുള്ള ചില ശ്രമങ്ങൾ നടത്തിയപ്പോൾ അതെല്ലാം തിരിച്ചറിഞ്ഞ് വിദ്യാർത്ഥികൾ SFI പ്രവർത്തകർക്കൊപ്പം നിൽക്കുന്നുണ്ടെങ്കിൽ അത് ആ വിദ്യാർത്ഥികളുടെ ഒരു വിലയിരുത്തൽ കൂടിയാണല്ലേ? തീർച്ചയായും SFI എല്ലാ സീറ്റുകളിലും ചെറിയ വോട്ടുകൾക്കല്ല, വലിയ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് SFI സ്ഥാനാർത്ഥികൾ വിജയിച്ചത് എന്നുള്ളതാണ്. SFI ഒറ്റക്കാണ് മത്സരിച്ചത്. അതേസമയം തന്നെ UDSF, KSU, MSF ഉൾപ്പെടെ സഖ്യമായിട്ടായിരുന്നു തിരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ആ സഖ്യത്തെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് കണ്ണൂർ സർവകലാശാലയിലെ കോളേജുകളിലെ UUCമാർ വോട്ട് ചെയ്ത ഈ തെരഞ്ഞെടുപ്പിൽ സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പിൽ SFI ഇപ്പോൾ വലിയ വിജയം നേടിയിരിക്കുകയാണ്. SFI നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, അതായത് കണ്ണൂർ സർവകലാശാലയിൽ വലിയ ഭൂരിപക്ഷത്തിൽ SFI വിജയിക്കുന്ന സ്ഥലമാണ്, അവിടെ ഏതെങ്കിലും തരത്തിലുള്ള സംഘർഷം ഉണ്ടാക്കേണ്ട സാഹചര്യം SFIക്കില്ല. പക്ഷേ തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനാണ് UDF ശ്രമിച്ചത് എന്നുള്ള ആരോപണം നേരത്തെ തന്നെ ഉന്നയിച്ചിരുന്നു. ഏതായാലും SFI ഇപ്പോൾ വോട്ടെണ്ണൽ പൂർത്തിയാകുമ്പോൾ 26ാം വർഷവും വലിയ ഭൂരിപക്ഷത്തോടുകൂടി മുഴുവൻ സീറ്റുകളും നിലനിർത്തിക്കൊണ്ടാണ് SFI ഇപ്പോൾ വിജയം നേടിയിരിക്കുന്നത്. കണ്ണൂർ സർവകലാശാലയിലെ നേരത്തെ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ ഉൾപ്പെടെ കാണുന്ന തിരഞ്ഞെടുപ്പിൽ വിജയിച്ച SFIയുടെ വനിതാ സ്ഥാനാർത്ഥിയുടെ കൈകളിൽ ഉൾപ്പെടെ ബാൻഡേജ് ഇട്ടത് കാണുന്നുണ്ട്. നേരത്തെ ഉണ്ടായിട്ടുള്ള സംഘർഷത്തിൽ ഈ വനിതകൾക്കുൾപ്പെടെ, വനിതാ സ്ഥാനാർത്ഥി SFIയുടെ പ്രവർത്തകർക്കുൾപ്പെടെ പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള വലിയ സംഘടിതമായിട്ടുള്ള ഒരു ശ്രമം MSFന്റെ ഭാഗത്ത് നിന്നുണ്ടായി. വാഹനങ്ങളിൽ നിന്നുൾപ്പെടെ പല സ്ഥലങ്ങളിൽ നിന്ന്, ബസ്സുകളിൽ നിന്നുൾപ്പെടെ ആളുകളെ ഇറക്കിക്കൊണ്ട് വലിയ സംഘർഷത്തിനാണ് നേതൃത്വം കൊടുത്തത്. ഏതായാലും അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് SFI ഇപ്പോൾ വലിയ വിജയമാണ് സർവകലാശാലയിൽ നേടിയിരിക്കുന്നത്.
പ്രിയമുള്ളവരെ, കണ്ണൂർ സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച SFIയുടെ ഇപ്പോൾ കണ്ണൂർ സർവകലാശാല SFI യൂണിയൻ തെരഞ്ഞെടുപ്പിൽ SFIക്ക് വൻ വിജയമാണ് നേടിയിരിക്കുന്നത്. മുഴുവൻ മേജർ സീറ്റുകളിലും SFI വിജയിച്ചിരിക്കുകയാണ്. തുടർച്ചയായി 26-ാം വർഷമാണ് SFI ഈ വിജയം കൈവരിച്ചിരിക്കുന്നത്. സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം എന്ന ആശയം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് SFI ഇത്തരമൊരു വിജയത്തിലേക്ക് വന്നിരിക്കുന്നത്. സന്തോഷ് ഒന്നുകൂടി ചേരുന്നുണ്ട്. സന്തോഷ്, എന്തൊക്കെയാണ് വിശദമായ വിവരങ്ങൾ? ലെൻസിനൊന്നും പറ്റിയില്ല. സന്തോഷ്, കേൾക്കാമോ? കണ്ണൂർ സർവകലാശാല കണ്ണൂർ യൂണിവേഴ്സിറ്റി യൂണിയൻ തെരഞ്ഞെടുപ്പിൽ SFIക്ക് വൻ വിജയം നേടിയിരിക്കുകയാണ്. മുഴുവൻ ജനറൽ സീറ്റുകളിലും SFI വിജയിച്ചു. തുടർച്ചയായി 26-ാം വർഷമാണ് SFIയുടെ ഈ വിജയം. അതേസമയം തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ KSU MSF സഖ്യം ആസൂത്രണം നടത്തിയെങ്കിലും അതിനെയൊക്കെ അതിജീവിച്ച് SFI വിജയിച്ചിരിക്കുകയാണ്. സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം എന്ന ആശയം ഉയർത്തിപ്പിടിച്ച് SFI വൻ വിജയമാണ് ഇപ്പോൾ കൈവരിച്ചിരിക്കുന്നത്. SFIയുടെ ആഹ്ലാദ പ്രകടനമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സന്തോഷ് ചേരുന്നുണ്ട്. സന്തോഷ്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? SFI ഈ തിരഞ്ഞെടുപ്പിനെ നേരിട്ടത് വലിയ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടായിരുന്നു. അതായത് വർഗീയവൽക്കരണത്തിനെതിരായ, അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ മേഖലയിലെ സ്വകാര്യവൽക്കരണത്തിനും വിദ്യാഭ്യാസ മേഖലയിലെ ഈ കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന വിദ്യാഭ്യാസ നയങ്ങൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉയർത്തിക്കാട്ടിയായിരുന്നു സർവകലാശാല തിരഞ്ഞെടുപ്പിന് SFI നേരിട്ടത്. SFI മുന്നോട്ട് വെച്ചിട്ടുള്ള മുദ്രാവാക്യങ്ങൾ കണ്ണൂർ സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ തിരഞ്ഞെടുപ്പ് ഫലത്തിലൂടെ വ്യക്തമാകുന്നത്. എല്ലാ സീറ്റുകളിലും, പ്രധാനപ്പെട്ട മുഴുവൻ സീറ്റുകളിലും SFI സ്ഥാനാർത്ഥികൾ വലിയ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചിട്ടുള്ളത്. വലിയ മാർജിനിലാണ് SFIയുടെ മുഴുവൻ സ്ഥാനാർത്ഥികളും വിജയിച്ചിട്ടുള്ളത്. അതേസമയം തന്നെ ഈ കാസർഗോഡ് ജില്ലാ എക്സിക്യൂട്ടീവിലെ ഒരു സീറ്റ്, ഒരു വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് MSF KSU UDF സഖ്യത്തിന് വിജയിക്കാനായിട്ടുള്ളത്. വലിയ രീതിയിൽ തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ഇത്തവണ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റ് നേടും എന്നതുൾപ്പെടെയുള്ള അവകാശവാദങ്ങൾ നേരത്തെ UDSF നേരത്തെ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ഇത്തവണ കണ്ണൂർ സർവകലാശാല പിടിച്ചെടുക്കും എന്നതുൾപ്പെടെയുള്ള ചില കാര്യങ്ങളും നേരത്തെ UDSFന്റെ, MSFന്റെയും KSUവിന്റെയും നേതാക്കന്മാർ നേരത്തെ പറയുകയും ചെയ്തിരുന്നു മാധ്യമങ്ങളോട്. പക്ഷേ കണ്ണൂർ സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ SFIക്ക് ഒപ്പമാണ് എന്നുള്ളത് ഒരു വർഷം കൂടി, ഏതാണ്ട് നൂറ്റാണ്ടിലധികമായി കണ്ണൂർ സർവകലാശാല SFIക്കൊപ്പം മാത്രമാണ് നിന്നിട്ടുള്ളത്. ഈ തെരഞ്ഞെടുപ്പിലും കണ്ണൂർ സർവകലാശാല SFIക്ക് ഒപ്പം തന്നെ അണിനിരക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ഒരു സീറ്റിൽ പോലും, മേജർ സീറ്റിൽ പോലും ഒരു മത്സരം കാഴ്ചവെക്കാൻ പോലും UDSFന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചെയർപേഴ്സണും സെക്രട്ടറിയും വൈസ് ചെയർപേഴ്സണും ജോയിന്റ് സെക്രട്ടറി ഉൾപ്പെടുന്ന പ്രധാനപ്പെട്ട സീറ്റുകളിലേക്ക് ഒരു മത്സരം കാഴ്ചവെക്കാൻ പോലും KSUവിന്റെ സ്ഥാനാർത്ഥികൾക്ക് കഴിഞ്ഞില്ല. വലിയ ഭൂരിപക്ഷത്തിലാണ് SFI സ്ഥാനാർത്ഥികൾ വിജയം നേടിയിരിക്കുന്നത്. അതേസമയം തന്നെ വയനാട് ജില്ലയിലേക്ക് എക്സിക്യൂട്ടീവിലേക്ക് നറുക്കെടുപ്പിലൂടെയും കാസർഗോഡ് ജില്ലാ എക്സിക്യൂട്ടീവിലേക്ക് ഒരു വോട്ടിന്റെ ഭൂരിപക്ഷത്തിലുമുള്ള നേരിയ വിജയമാണ് UDSFന് കിട്ടിയിട്ടുള്ളത്. ഏതായാലും വലിയ വിജയം നേടി SFI പ്രവർത്തകർ ഇപ്പോൾ കണ്ണൂരിലൂടെ ആഹ്ലാദ പ്രകടനം നടത്തുകയാണ്. സർവകലാശാല ക്യാമ്പസിലൂടെയാണ് ആഹ്ലാദ പ്രകടനം നടക്കുന്നത്. കണ്ണൂർ നഗരത്തിലേക്കാണ് SFI പ്രവർത്തകർ ഇപ്പോൾ ആഹ്ലാദ പ്രകടനം നടത്തുന്നത്.